Hi dears, അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് +1 മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം ലാഗ് ഒന്നും എടുപ്പിക്കാണ്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരാ എന്നുള്ള ഏകദേശം ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, state Mendeleev's periodic law. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണല്ലേ. എന്താ ക്വസ്റ്റ്യൻ? സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവിന്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. മെൻഡലീവ് എന്താ പറഞ്ഞത് നമ്മളടുത്ത്? മെൻഡലീവ് പറഞ്ഞത് എന്താ? ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പീരിയോഡിക് ടേബിളിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെങ്കിൽ അവരുടെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസും എന്ത് ചെയ്തു വരോടാ, റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്തു വരും അല്ലേ. ഇൻക്രീസ് ഇൻ ആറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതെങ്കിൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യും, റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തു വരും. അതല്ലേ നമ്മുടെ മെൻഡലീവ് പറഞ്ഞത് അല്ലേ. എല്ലാത്തിൻ്റെയും ബേസ് എന്താണെന്ന് പറഞ്ഞു? ആറ്റോമിക് മാസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ എഴുതി വെച്ചാൽ പോരെ, സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് of the elements are the periodic function of their atomic number ആണോ? എല്ലാ atomic mass ആണ്. ഓക്കെ, ആറ്റോമിക് മാസ് ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആറ്റോമിക് നമ്പർ പറഞ്ഞാൽ അത് നമ്മുടെ ഹെൻറി മോസ്ലി പറഞ്ഞ കാര്യമാവൂലേ. ഇവിടെ നമ്മളടുത്ത് ആരെ കാര്യം ചോദിച്ചിട്ടുള്ളത്? മെൻഡലീവിൻ്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആറ്റോമിക് മാസ് എന്ന് തന്നെ എഴുതണം. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ്സ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ് അല്ലേ. അതല്ലേ ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി എലമെന്റ് ആർ ദി പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ആറ്റോമിക് നമ്പർ എന്ന് എഴുതാം, പൊട്ട തെറ്റാണ്, അതിന് മാർക്കൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കാം. റൈറ്റ് എനി ട്രയാഡ്. നമ്മളടുത്ത് എന്തിട്ടാ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു പെയർ ഓഫ് ട്രയാഡ്, ഏതെങ്കിലും ഒരു സെറ്റ് ഓഫ് ട്രയാഡ് ആണ് നമ്മളെടുത്ത് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒരു സെറ്റ് ഓഫ് ട്രയാഡ് ഒന്നുമല്ല, നമുക്ക് 3 സെറ്റ് ഓഫ് ട്രയാഡ് അറിയാം അല്ലേ. ഏതൊക്കെയാ? ലീഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അല്ലേ. 3 സെറ്റ് ഓഫ് ട്രയാഡ്സ് നമുക്കറിയാം. പക്ഷെ നമ്മളടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? ഒരു സെറ്റ് ഓഫ് ട്രയാഡേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ എന്ത് എഴുതിയാൽ മതി? ഒരു സെറ്റ് ഓഫ് ട്രയാഡ് എഴുതിയാൽ മതി. നമ്മൾ എന്ത് എഴുതിയടാ? ലീഥിയം, സോഡിയം, പൊട്ടാസ്യം എഴുതി. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? കാൽസ്യം, സ്ട്രോൺഷ്യം, ബാരിയം എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എഴുതാം അല്ലേ. എഴുതിക്കൂടെ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ട്രയാഡ്സിന്റെ പ്രത്യേകത എന്താ? ട്രയാഡ്സിന്റെ പ്രത്യേകത എന്താടാ? ലീഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ആറ്റോമിക് മാസ് സമ്മ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റോമിക് മാസിന്റെ ആവറേജ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മിഡിൽ എലമെന്റിലുള്ള സോഡിയത്തിന്റെ ആറ്റോമിക് മാസ് കിട്ടും. അതാണ് എന്ത്? ട്രയാഡ്സിന്റെ പ്രത്യേകത അല്ലേ. അപ്പൊ അതും കൂടെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആണേ. ഡോബറൈനർ നമുക്ക് എന്ത് പറഞ്ഞു തന്നൂടാ? ട്രയാഡ്സ് പറഞ്ഞു തന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂലാൻഡ് എന്താ പറഞ്ഞു തന്നത്? ന്യൂലാൻഡ് എന്താ പറഞ്ഞു തന്നത്? ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് അല്ലേ. ന്യൂലാൻഡ് എന്താ കൊണ്ടുവന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് അല്ലേ കൊണ്ടുവന്നത്. ഡോബറൈനർ ട്രയാഡ്സ് കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ന്യൂലാൻഡ് ആരാ കൊണ്ടുവന്നേ? ന്യൂലാൻഡ് എന്താ കൊണ്ടുവന്നത്? ലോ ഓഫ് ഒക്ടേവ്സ് ആണ് കൊണ്ടുവന്നത്. സിമ്പിൾ അല്ലേ. അതും സിമ്പിൾ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും എന്ത് ചെയ്യണം? എന്റെ മക്കൾ പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. ഈച്ച് ആൻഡ് എവറി മാർക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അടുത്ത് നോക്കിയേ. Write the IUPAC name of the compounds with atomic number 104. 104 atomic number ഉള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഏതാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയടാ, 104 ആണ് അല്ലേ. 1 ആണ് വരുന്നതെങ്കിൽ 1ന്റെ വേർഡ് റൂട്ട് എന്താ? 1ന്റെ വേർഡ് റൂട്ട് എന്താ? അണ്ണല്ലേ. 1ന്റെ വേർഡ് റൂട്ട് എന്താ? അണ്ണാണ്. പ്ലസ് 0 വന്നാൽ എന്തായിരിക്കും വേർഡ് റൂട്ട്? 0 വന്നാൽ എന്താ വേർഡ് റൂട്ട്?
നില്ലല്ലേ, സീറോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നില്ലല്ലേ, നില്ലാണ്. പ്ലസ് 4 ആണ് വന്നിട്ടുള്ളത്. 4 എന്ന് പറയുമ്പോൾ എന്താ, 3 വരികയാണെന്നുണ്ടെങ്കിൽ ട്രൈ, 4 വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വരാ, ക്വാഡ് അല്ലേ വരാ, എന്താ വരാ, ക്വാഡാണ് വരാ. ഇത്ര എഴുതിയാ മതിയോ? പ്ലസ് എന്നും കൂടെ ചെയ്യണം നമ്മൾ, പ്ലസ് IUM കൂടെ ചെയ്യണ്ടേ. അപ്പൊ എന്ത് വരോടാ, അൺനിൽ ക്വാഡിയം അല്ലേ, അൺനിൽ ക്വാഡിയം. അൺനിൽ ക്വാഡിയം എന്നാണ് നമ്മുടെ 104 ആറ്റോമിക് നമ്പർ വരുന്ന കോമ്പൗണ്ടിന്റെ പേര്. എന്താണ്? അൺനിൽ ക്വാഡിയം. സെറ്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ അല്ലേ. അറ്റോമിക് നമ്പർ ഇത്ര തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതാൻ നമുക്ക് സിമ്പിളാണ് അല്ലേ, കാരണം ഇത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ വേറെ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാട്ടാ. ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് applicable up to which element? ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് ഏത് എലമെന്റ് വരെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് എലമെന്റ് വരെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാലേ, കാൽസ്യം വരെ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ അല്ലേ. ഹയർ ആറ്റോമിക് മാസ് ഉള്ളവയിൽ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് അപ്ലിക്കബിൾ ആണോ? അല്ല, കാൽസ്യം വരെ മാത്രമേ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അതല്ലേ നമ്മൾ ഒരു ഡ്രോബാക്ക് ആയിട്ട് പഠിച്ചത് അല്ലേ. ഡ്രോബാക്ക് ഓഫ് ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? കാൽസ്യം വരെ മാത്രമേ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഹയർ ആറ്റോമിക് മാസ് ഉള്ളവയ്ക്ക് എന്തല്ല, ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഏത് എലമെന്റ് വരെയാണ് നമ്മുടെ ന്യൂലാൻഡ് ലോ ഓഫ് ഒക്ടേവ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? കാൽസ്യം വരെയാണ്. അപ്പൊ അതും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഭയങ്കര ടെൻഷൻ ഒന്നും അടിക്കാണ്ട് കൂളായിട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? എന്താ ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ്? എന്താ? ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കോടാ? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, Mg2+ ഉണ്ട്, Na+1 ഉണ്ട്, F-1 ഉണ്ട്, O-2 ഉണ്ട്. ഓക്കെ, ഇനി ഒരാളും കൂടി ഉണ്ട്, Ne10 കൂടെ ഉണ്ട്. ഓക്കെ, Ne10 കൂടെ ഉണ്ട്. ഇവരിൽ എല്ലാവർക്കും 10 ഇലക്ട്രോൺസ് വീതമാണ് ഉള്ളത്. എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 10 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ആറ്റംസ് ആവട്ടെ അയോൺസ് ആവട്ടെ അവരിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളതെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കോടാ? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കോ? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. അപ്പോ ഇവരെ എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്? 10 ഇലക്ട്രോൺസ് ആണുള്ളത് അല്ലേ, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവരെ എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് എന്ന് വിളിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഡെഫിനീഷനും പഠിക്കണം, അതുപോലെ തന്നെ എന്ത് പഠിക്കണോടാ? എക്സാമ്പിളും പഠിക്കണം. ഓക്കെ, റൈറ്റ് ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് വിത്ത് എക്സാമ്പിൾ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞിരിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? എക്സാമ്പിൾ വെച്ചിട്ട് അടക്കം പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following is isoelectronic species with O2-? നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ഇവിടെ കുറച്ച് എലമെന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, കുറച്ച് അയോൺസ് ആണ് തന്നിട്ടുള്ളത്, പിന്നെ കുറച്ച് ഒരു ആറ്റം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഇതില് O2- ഐസോ ഇലക്ട്രോണിക് സ്പീഷ്യസ് കാണിക്കുന്ന ആൾ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ വരും O2- എന്ന് പറയുമ്പോൾ മൈനസ് ചാർജ് എപ്പോഴാണ് ഒരു ആറ്റത്തിന് കിട്ടുന്നത്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴല്ലേടാ. ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണ് ഒരു ആറ്റത്തിന് എന്ത് കിട്ടുന്നത്? നെഗറ്റീവ് സിമ്പൽ കിട്ടുന്നത് അല്ലേ. ഒരാറ്റത്തിന് എപ്പോഴാണ് നെഗറ്റീവ് സിമ്പൽ കിട്ടുന്നത്? നെഗറ്റീവ് സിമ്പൽ കിട്ടുന്നത് ഒരാറ്റത്തിന് ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോഴാണ്. അതറിഞ്ഞിരിക്കണം നമ്മൾ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇലക്ട്രോൺ
വാങ്ങിച്ചു. ഓക്സിജൻ ഇലക്ട്രോണിനെ എന്ത് ചെയ്തോടാ? വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ? ഓക്സിജൻ 8 ആണ് ആറ്റോമിക് നമ്പർ, പ്ലസ് 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചപ്പോ 10 ഇലക്ട്രോൺ ആയി ഓക്സിജന്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, സോഡിയം ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. കാൽസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 20 ആണ്. 20 എന്ന് പറയുമ്പോൾ 2+, Ca2+ എന്നല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. Ca2+ എന്ന് പറയുമ്പോൾ എന്താ? വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുവാടാ? നെഗറ്റീവ് സിമ്പൽ കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? പോസിറ്റീവ് സിമ്പൽ ആയിരിക്കൂലേ? അപ്പൊ Ca2+ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. 2 ഇലക്ട്രോണിനെ Ca നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? Ca2+ ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുക? 18 ഇലക്ട്രോൺസ് ഉണ്ടാവൂലേ? 18 ഇലക്ട്രോൺസ് ഉണ്ടാവൂലേ? ഇനി ഫ്ലൂറിൻ വരികയാണെങ്കിൽ നെഗറ്റീവ് സിമ്പൽ ആണല്ലേ? നെഗറ്റീവ് സിമ്പൽ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫ്ലൂറിൻ ഇലക്ട്രോണിനെ വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? നെഗറ്റീവ് സിമ്പൽ ആണുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും നെഗറ്റീവ് സിമ്പൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്. പോസിറ്റീവ് സിമ്പൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ഫ്ലൂറിൻ എന്ന് പറയുന്നത് 9 ആയിരുന്നു. ഓക്കെ, ഫ്ലൂറിൻ എന്ന് പറയുന്നത് എന്താ? 9 ആയിരുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്തു? വാങ്ങിച്ചു. വാങ്ങിച്ചിട്ട് എന്തായി? ഫ്ലൂറിൻ 10 ഇലക്ട്രോൺ ആയി. ഓക്കെ, അപ്പോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർക്കൊക്കെയാ വരുന്നത്? ഫ്ലൂറിനും ഓക്സിജനും അല്ലേ വരുന്നത്. അപ്പൊ ആറ്റം ആവട്ടെ അയോൺസ് ആവട്ടെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക അല്ലേ? ആറ്റം ആവട്ടെ അയോൺ ആവട്ടെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ആരാണ് O2 മൈനസിനായിട്ട് ഐസോ ഇലക്ട്രോണിക് ക്യാരക്ടർ കാണിക്കുന്നത്? ഫ്ലൂറിൻ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ഫ്ലൂറിൻ എന്ന് എഴുതാം. ഇനി Mg ആണ് വന്നിട്ടുള്ളത്. Mgയുടെ ആറ്റോമിക് നമ്പർ നമുക്ക് എത്രയെന്ന് അറിയാടാ? 12 ആണെന്ന് അറിയാം. അപ്പൊ അതുമല്ല നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ O2 മൈനസിനായിട്ട് ഐസോ ഇലക്ട്രോണിക് ക്യാരക്ടർ കാണിക്കുന്നത് ആരാ? ഫ്ലൂറിൻ ആണ് ഐസോ ഇലക്ട്രോണിക് ക്യാരക്ടർ കാണിക്കുന്നത്. ഓക്കെ, അതും സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? Cu തന്നിട്ടുണ്ട്, Cu2+ തന്നിട്ടുണ്ട്, Cu+ തന്നിട്ടുണ്ട് അല്ലേ? വിച്ച് ഈസ് ലാർജർ? ഇവരിൽ ആരാണ് ഏറ്റവും വലിയ ആളെന്നാ ചോദിച്ചിട്ടുള്ളത്. ആരാ? Cu ആണോ? Cu2+ ആണോ? Cu+ ആണോ? എന്നെ മക്കൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? മൈനസ് ചാർജ് കിട്ടുന്നത് എപ്പോഴാ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ് അല്ലേ? മൈനസ് ചാർജ് കിട്ടുന്നത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോഴാണ്. പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് എപ്പോഴാ? ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോഴാണ് അല്ലേ? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് നമുക്ക് ഏത് ചാർജ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, Cu ആണോ Cu2+ ആണോ Cu+ ആണോ വലുത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. Cu2+ എന്ന് പറഞ്ഞപ്പോ അവിടെ 2 ഇലക്ട്രോണിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ Cu നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? Cu+ എന്ന് പറയുമ്പോഴോ അവിടെ 1 ഇലക്ട്രോണിനെ നമ്മുടെ Cu നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതോറും എന്താ? നമ്മുടെ Cuന്റെ സൈസ് കുറഞ്ഞു വരല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ആൾ ആരാണ്? Cu അല്ലേടാ? അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ആൾ ആരാ? Cu ആണ്. ഓക്കെ, അപ്പൊ വിച്ച് ഈസ് ലാർജർ എന്ന് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ആരാ വലിയ ആള്? Cu ആണ് വലിയ ആള്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. How atomic radius varies in groups and periods? എങ്ങനെയാണ് ആറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിലും പീരീഡിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താടാ? ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ വട്ടം അല്ലേ? ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറിലോട്ട് നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്ന് നമ്മൾ പറയാം. അങ്ങനെയാണെങ്കിൽ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആറ്റത്തിന്റെ റേഡിയസ് ആയിരിക്കും അല്ലേ? ഒരു ആറ്റത്തിന്റെ സെന്ററിൽ ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ നിന്ന് ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് ഉള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ആറ്റോമിക് റേഡിയസ് എന്ന് പറയാം അല്ലേ?
അങ്ങനെയാണെങ്കിൽ ഈ ആറ്റോമിക് റേഡിയസ് പീരീഡിലും ഗ്രൂപ്പിലും എന്ത് വ്യത്യാസമാണ് കാണിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനില് റീസൺ എന്താണ് എന്ന് തരാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു? ഗീവ് റീസൺ എന്നും കൂടി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോടാ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റീസൺ എഴുതണം അല്ലേ? എലോങ് എ പീരീഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ? എലോങ് എ പീരീഡിൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റിൽ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. എലോങ് എ പീരീഡിൽ ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു, കുറയുന്നു. ഓക്കെ, അപ്പൊ എലോങ് എ ഗ്രൂപ്പിൽ എന്തായിരിക്കും? എലോങ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് ടു ബോട്ടം. എലോങ് എ പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. എലോങ് എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താ? ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പൊ ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ആറ്റോമിക് റേഡിയസിന് ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നവർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ടോപ്പ് ടു ബോട്ടത്തിലോട്ട് പോകുന്നവർ എന്ത് ചെയ്യും? കൂടി വരും. നമ്മളടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്? അതിന്റെ റീസണും ചോദിച്ചിട്ടുണ്ട് അല്ലേ? ഗീവ് റീസൺ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ റീസൺ? എന്താ? എലോങ് എ പീരീഡില് ആറ്റോമിക് റേഡിയസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? ആറ്റോമിക് റേഡിയസ് കുറയാന്ന് പറയുമ്പോ ഇലക്ട്രോൺസ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് സെയിം നമ്പർ ഓഫ് വാലൻസ് ഷെല്ലിലായിരിക്കും. ഇതിലായിരിക്കും? സെയിം നമ്പർ ഓഫ് വാലൻസ് ഷെല്ലിലോട്ടായിരിക്കും. ഓരോ ഇലക്ട്രോൺസ് ഇങ്ങനെ വന്ന് ചേരുന്നുണ്ട്, പക്ഷേ ആ ഇലക്ട്രോൺസ് ഒക്കെ എവിടെ വന്നായിരിക്കുന്നത്? സെയിം നമ്പർ ഓഫ് ഷെല്ലിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താടാ? നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നുമില്ല, കുറയുന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ഷെല്ല് എന്തായിരിക്കുകയാണ് അവിടെ? നമ്പർ ഓഫ് ഷെൽ കോൺസ്റ്റന്റ് എന്ന് പറയാം അല്ലേ? നമ്പർ ഓഫ് ഷെൽ കോൺസ്റ്റന്റ് ആയിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ അവിടെ ഒരാൾ കൂടുന്നുണ്ട്. ആരാ കൂടുന്നേ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ആരാ കൂടുന്നത്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയസിന്റെ ഉള്ളിലത്തെ ചാർജ് ആണ് എന്ത്? ന്യൂക്ലിയർ ചാർജ് അല്ലേ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ആരുണ്ടടാ? പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? ഈ പ്രോട്ടോൺസ് മൂലം ന്യൂക്ലിയസിന് അനുഭവപ്പെടുന്ന ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്പർ ഓഫ് ഷെൽ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസും ചെയ്യുന്നില്ല, ഡിക്രീസും ചെയ്യുന്നില്ല. അപ്പൊ രണ്ട് റീസൺ കിട്ടിയില്ലേ? ന്യൂക്ലിയർ ചാർജ് increases അല്ലേ? ന്യൂക്ലിയർ ചാർജ് increases, number of shell constant, number of shell remains the constant, nuclear charge increases. അതാണ് എന്തിന്റെ റീസൺ? ആറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നോറും ഡിക്രീസ് ചെയ്യുന്നതിന്റെ റീസൺ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തോടാ? ടോപ്പ് ടു ബോട്ടം വരുന്നോറും ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ റീസൺ നമ്മൾ എഴുതണ്ടേ? അതിന്റെ റീസൺ എന്താണെന്ന് അറിയോ? നമുക്ക് 3 പോയിന്റ് പഠിച്ചാൽ മതിയേ. നമ്പർ ഓഫ് ഷെൽ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. എന്താ? നമ്പർ ഓഫ് ഷെൽ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ആരും ഇൻക്രീസ് ചെയ്യുന്നുണ്ടടാ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആര് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, രണ്ടുപേരും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആര് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ഷെല്ലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്പർ ഓഫ് ഷെല്ലാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനേക്കാൾ ഒരു വരി മുന്നിട്ട് കൂടുന്നത്. ആരാ കൂടുന്നത്? നമ്പർ ഓഫ് ഷെല്ലിന്റെ ഇൻക്രീസ് ആണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനേക്കാൾ ഒരു വരി മുന്നിട്ട് കൂടുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാടാ? നമ്പർ ഓഫ് ഷെൽ predominates, number of shell predominates over the എന്തെന്ന് എഴുതാ? നമ്പർ ഓഫ് ഷെൽ. നമ്പർ ഓഫ് ഷെൽ എന്താ ചെയ്യുന്നത്? കൂടുതലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽ എഴുതണം കേട്ടോ. കാരണം എന്താ? നമ്പർ ഓഫ് ഷെൽ അവിടെ കൂടുതലാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽ എഴുതണം. ഇൻക്രീസ് ഇൻ
number of shell predominates over the ആരെക്കാളും കൂടുതലായിട്ട് കൂടുന്നു number of shell in increase predominates over the increase in nuclear charge അല്ലേ increase in nuclear charge. ഓക്കെ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയാലോ. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോഴും ആറ്റോമിക് റേഡിയസ് എന്താ ചെയ്യുന്നത്, കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. അതിന്റെ റീസൺ എന്താ, നമ്പർ ഓഫ് ഷെൽ അവിടെ കോൺസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെ നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസും ചെയ്യുന്നില്ല ഡിക്രീസും ചെയ്യുന്നില്ല. അത് ഒന്നാമത്തെ റീസൺ. പിന്നെ ഇവിടെ ആര് കൂടുന്നുണ്ടാ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ അത് രണ്ടാമത്തെ റീസൺ. ഓക്കെ ഇനി അലോങ് എ ഗ്രൂപ്പ് പോകുന്തോറും ടോപ്പ് ടു ബോട്ടത്തിലോട്ട് വരുമ്പോൾ ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പഠിച്ചു, 3 റീസൺസ് പഠിച്ചു അല്ലേ. ഒന്നാമത്തെ റീസൺ എന്താ, നമ്പർ ഓഫ് ഷെൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്താ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ റീസൺ എന്താണ്, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഷെൽ predominates over the increase in nuclear charge. സെറ്റ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, വളരെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. A cation is smaller than its parent atom while anion is bigger. Justify. Anion വലുതാണ് പാരന്റ് ആറ്റത്തിനേക്കാളും, പക്ഷേ കാറ്റോൺ എന്താ, പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അപ്പൊ നമ്മൾ അതിനേക്കാൾ മുമ്പ് എന്തറിഞ്ഞിരിക്കണം, ആനിയോണും കാറ്റിയോണും ആരാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ അല്ലേ. നോക്കിയേ, എന്നെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ പ്ലസ് ആയി മാറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യൂണിപോസിറ്റീവ് കാറ്റയോൺ ആയി മാറി. ആരായി മാറി, യൂണിപോസിറ്റീവ് കാറ്റയോൺ ആയി മാറി. യൂണിപോസിറ്റീവ് കാറ്റയോൺ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഒരു ഇലക്ട്രോണേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഓക്കെ ആൻഡ് ഓൾസോ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാറ്റയോൺ ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയാ, യൂണിപോസിറ്റീവ് കാറ്റയോൺ എന്ന് പറയാ. ഓക്കെ അപ്പൊ കാറ്റയോൺ ഏത് സിമ്പിൾ ആയിരിക്കും, പോസിറ്റീവ് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. ആനിയോണിന് ഏത് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക, നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. അതിനെ മക്കൾ എന്ത് ചെയ്യണം, മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം കേട്ടോ. കാറ്റയോണിന് ഏത് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക, പോസിറ്റീവ് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവുക. ആനിയോണിന് എന്ത് സിമ്പിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക, നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ ഇനി നമുക്കൊരു ഡൗട്ട് വരും, ഇതിൽ കാറ്റിയോൺ ആണോ വലുത്, ആനിയോൺ ആണോ വലുത്, അല്ലെങ്കിൽ കാറ്റിയോൺ ആണോ ചെറുത്, ആനിയോൺ ആണോ ചെറുത്, എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ഡൗട്ട് വരും. അപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പ പണി പറഞ്ഞുതരാം. ഇതാണ് ആര്, നമ്മുടെ പാരന്റ് ആറ്റം. ആരാ, നമ്മുടെ പാരന്റ് ആറ്റം. ഓക്കെ പാരന്റ് ആറ്റത്തിനേക്കാളും വലിയ ആനക്കുട്ടിയാണടാ ആര്, ആനയോൺ. ആര്, ആനയോൺ, ആനക്കുട്ടി ആനയോൺ. ഇനി പാരന്റ് ആറ്റത്തിനേക്കാളും ചെറിയ പൂച്ചക്കുട്ടി, നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചക്കുട്ടിയാണ് ആര്, നമ്മുടെ കാറ്റയോൺ. അപ്പൊ പൂച്ചക്കുട്ടി എന്തായിരിക്കും, വളരെ കുഞ്ഞായിരിക്കൂലേ. അപ്പോ പാരന്റ് ആറ്റത്തിനേക്കാളും ചെറിയ പൂച്ചക്കുട്ടിയാണ് ആര്, നമ്മളുടെ കാറ്റയോൺ. അപ്പൊ വലിയതാരാണ്, വലിയത് ആനിയോൺ ആണ്. കുഞ്ഞേതാരാണ്ടാ, കുഞ്ഞേത് കാറ്റയോൺ ആണ്. സെറ്റ് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, പാരന്റ് ആറ്റത്തിനേക്കാളും ആനിയോൺ വലുതാണ്, അതിന്റെ റീസൺ എഴുതണം. പാരന്റ് ആറ്റത്തിനേക്കാളും കാറ്റയോൺ ചെറുതാണ്, അതിന്റെ റീസൺ എഴുതണം. ഓക്കെ നമുക്ക് റീസൺ എഴുതാം. ഒന്നുമില്ലടാ, കാറ്റയോൺ ചെറുതാവാനായിട്ടുള്ള റീസൺ എന്താണെന്നറിയോ, കാറ്റയോൺസിന് ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. എന്തിനടാ, ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ കാറ്റയോൺ പാരന്റ് ആറ്റത്തിനേക്കാളും വലുത്. ഓക്കെ അപ്പൊ എന്താ, ഹൈ എഫക്റ്റീവ്, ആരാണ്, ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ടടാ ആർക്ക്, കാറ്റയോണിന്. ഇനി ആനിയോണിന് എന്താണ്, ആനിയോൺ എന്താ വലുതായിരിക്കാനുള്ള കാരണം, ആനിയോൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. എന്തായാലും നമുക്കറിയാലേ, ആനിയോൺ മൈനസ് ചിഹ്നമാണ്. മൈനസ് ചിഹ്നം ഒരു ആറ്റത്തിന് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ഇലക്ട്രോൺ വന്ന് കൂടി ചേരാന്ന് പറയുമ്പോൾ എന്താ, സൈസ് കൂടി എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലേ, സൈസ് കൂടി എന്നുള്ളതാണ് അർത്ഥം. ഒരു ഇലക്ട്രോൺ പോവാ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, സൈസ് കുറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ആനിയോണിന് നെഗറ്റീവ് സിമ്പൽ ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരികയാണ്. ഒരു ഇലക്ട്രോൺ വന്നപ്പോൾ ആ ആനയോൺ
ഇലക്ട്രോണിന് ഓൾറെഡി ആനിയോൺ ഉണ്ടാകും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ Cl എന്ത് ചെയ്തു, ഒരു ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cl മൈനസ് ആയി മാറി. എന്തായി മാറി? Cl മൈനസ് ആയി മാറി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, Cl ഓൾറെഡി നല്ല സന്തോഷത്തോടു കൂടി നല്ല കുടുംബമൊക്കെ ആയിട്ട് കഴിയുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് വേറെ ഒരാൾ എന്ത് വരുന്നത്, ചാടി ചാടി ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പൊ Cl ചുറ്റും ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് കുറെ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഈ വരുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, പറയും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. വരണ്ട എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? തള്ളി മാറ്റും അല്ലേ? അപ്പൊ അവിടെ എന്തുണ്ടാവാടാ? ഒരു റിപ്പൽഷൻ ഉണ്ടാവും. ഇലക്ട്രോണുകൾ തമ്മിൽ എന്തുണ്ടാവും? ഒരു കൂട്ടത്തല്ല് ഉണ്ടാവും അല്ലേ? ഇലക്ട്രോണുകൾ തമ്മിൽ എന്തുണ്ടാവണം? ഒരു റിപ്പൽഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുക. എന്താണ്? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയുക. അപ്പൊ ആനിയോണിന്റെ കേസിൽ എന്താ? ഇലക്ട്രോണിക് റിപ്പൽഷൻ വളരെയധികം കൂടുതലാണ്. ആനിയോണിന്റെ കേസിൽ എന്താണ്? ഇലക്ട്രോണിക് റിപ്പൽഷൻ വളരെയധികം കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയാം. എന്ത് പറയാം? ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഇവിടെ ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷനുമാണ്, അതുപോലെ തന്നെ ഒരാൾ കുറവാ. ആരാ കുറവ്? ഇവിടെ കൂടുതലുണ്ടായ ആള്. ആരാ കൂടുതലുണ്ടായിരുന്നത്? അവിടെ ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരുന്നതെങ്കിൽ ഇവിടെ അത് വന്നപ്പോൾ ലോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയി. ലോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയി മാറി. ഓക്കെ, അവിടെ വന്നപ്പോ എന്തായിരുന്നു? ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ അതെന്തായി? ലോ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയി മാറി. അപ്പൊ അത് സെറ്റ് അല്ലേ? അപ്പൊ കാറ്റയോൺ എന്ന് പറയുന്നത് എന്താണ്? പാരന്റ് ആറ്റത്തിനേക്കാളും ചെറുതാണ്. കാരണം എന്താണ് മക്കളെ? ഹൈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. ഇനി പാരന്റ് ആറ്റത്തിനേക്കാളും വലുതാണ് ആരെന്ന് പറയുന്നത്? ആനയോൺ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്താണ്? അതിന്റെ റീസൺ ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു ഇലക്ട്രോൺ വന്നപ്പോ അവിടെ ഓൾറെഡി ഉണ്ടായ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? അതിനെ റിപ്പൽ ചെയ്തു. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്താണ്? ആനയോണിന്റെ കേസിൽ കൂടുതലാണ്. ആന ഒരാൾ കുറവാണല്ലോ. ആരാ കുറവ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാണ്. അപ്പൊ ഇത്രയും റീസൺ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Which of the following is the general outer electronic configuration of group 15 element? ഇതില് ഏതാണ് ഗ്രൂപ്പ് 15th എലമെന്റിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് 15th എലമെന്റിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ ആണ്, ഒന്നുമില്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കിട്ടേ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ ഏത് ബ്ലോക്കിലാണ് ഗ്രൂപ്പ് 15 വരാം? ഏത് ബ്ലോക്കിലാണ് ഗ്രൂപ്പ് 15 വരാം? നമുക്കറിയാം 1 to 2 എന്ന് പറയുന്നത് എസ് ബ്ലോക്കിലുള്ളതാണ് അല്ലേ? 1 to 2 എന്ന് പറയുന്നത് എസ് ബ്ലോക്കാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, NS2. അപ്പൊ അതല്ല, കാരണം 1ഉം 2ഉം മാത്രമാണ് നമ്മുടെ എസ് ബ്ലോക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? 15th ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതല്ല എന്നുള്ള കാര്യം അല്ലേ? ഇനി അടുത്തത് വരുന്ന ആരാ? പി ബ്ലോക്ക് ആണല്ലേ. പി ബ്ലോക്ക് എന്ന് പറയുമ്പോ ഗ്രൂപ്പ് 13 to 18 അല്ലേടാ? 13 to 18 ഗ്രൂപ്പ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാ അല്ലേ? ഗ്രൂപ്പ് 13 to 18 ഉള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് മനസ്സിലായത് എന്ത്? പി ബ്ലോക്ക് ഗ്രൂപ്പിൽ പെട്ട, ദാറ്റ് മീൻസ് പി ബ്ലോക്ക് എലമെന്റിൽ പെട്ട ഒരാളാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവരെല്ലാവരും പി ബ്ലോക്കുകാരാ. കാരണം എന്താ? ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുള്ളത് എവിടേക്കാണ്? പി ബ്ലോക്കിലോട്ടല്ലേ അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്കാണ് വന്ന് ചേർന്നിട്ടുള്ളത്? പി ബ്ലോക്കിലോട്ടാണ് വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, പി ബ്ലോക്ക് ആണ് എന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ, പി ബ്ലോക്ക് ആണെന്ന് ഇപ്പൊ നമുക്ക് ഉറപ്പ് വന്നേ. കാരണം എന്താ? 15th ഗ്രൂപ്പ് എലമെന്റിന്റെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പി ബ്ലോക്ക് എന്ന് പറയുന്നത് 13 to 18th ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് നമ്മൾ പറയാം അല്ലേ? അപ്പൊ 15 എന്ന് പറയുന്നത് ഈ 13 തൊട്ട് 18 വരെയുള്ള സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഡിജിറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവും പി ബ്ലോക്ക് എലമെന്റിൽ പെട്ട ഒരാളാണ് നമുക്ക് മനസ്സിലായി.
ഇനി 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും നോക്കാം. ഒന്നുമില്ലടാ, പി ബ്ലോക്ക് ആണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, പി ബ്ലോക്ക് ആണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പി ബ്ലോക്കില് ലാസ്റ്റ് ഇലക്ട്രോൺ എത്രത്തോളമാണോ വന്നിട്ടുള്ളത് അതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു +12 ആഡ് ചെയ്താൽ മതി. എത്ര ആഡ് ചെയ്താൽ മതിയുടെ? 12 ആഡ് ചെയ്താൽ മതി. പി ബ്ലോക്ക് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് വരുത്തി. കാരണം എന്താ, 15th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, പി ബ്ലോക്ക് എലമെന്റിലോട്ട് വന്നിട്ടുള്ള എത്രത്തോളം ഇലക്ട്രോൺസ് ആണോ ആ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ, +12 ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിയേ, ആദ്യത്തെ ആരാണ്, ns2 np4 അല്ലെ? ആദ്യത്തെ ആരാ, ns2 np4. ലാസ്റ്റത്തെ ഇലക്ട്രോൺസ് എവിടേക്കാണ് വന്നിട്ടുള്ളത്, പി ബ്ലോക്കിലോട്ടാണ്. പി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺസ് വന്നിട്ടുണ്ടടാ, 4 ഇലക്ട്രോൺ വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം എത്ര ആഡ് ചെയ്യണം, നമ്മള് എത്ര ആഡ് ചെയ്യണം എന്നാ പറഞ്ഞത്, 12 ആഡ് ചെയ്യണം അല്ലേ? എത്ര ആഡ് ചെയ്യണം, 12 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടാ, 16 അല്ലേ കിട്ടാ, 16 ആണ് കിട്ടാ. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് 15th ഗ്രൂപ്പ് എലമെന്റ് അല്ല, ഇത് എത്രാമത്തെ ഗ്രൂപ്പ് എലമെന്റാ, 16th ഗ്രൂപ്പ് എലമെന്റ് ആണ് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇതെന്താ, പൊട്ടറ്റ അല്ലേ? ഇനി അടുത്തതാരാ, ns2 np3. ns2 np3 ലാസ്റ്റത്തെ ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുള്ളത് പി ബ്ലോക്കിലോട്ടാണ്. ലാസ്റ്റ് എത്ര ഇലക്ട്രോൺസ് വന്ന് ചേർന്നിട്ടുള്ളത്, 3 ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുണ്ട്. 3 ഇലക്ട്രോണിന്റെ ഒപ്പം നമ്മൾ എത്ര ആഡ് ചെയ്യണം, എത്ര ആഡ് ചെയ്യണം, 12 ആഡ് ചെയ്യണം. അപ്പൊ എത്ര വന്നൂടാ, 15 വന്നു. ഓക്കെ, നമുക്ക് ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ? നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താ, 15th ഗ്രൂപ്പ് എലമെന്റിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ, എന്താ 15th ഗ്രൂപ്പിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ns2 np3. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ, ns2 np6. പി ബ്ലോക്കിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുള്ളത്. എത്ര ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുണ്ട്, 6 ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുണ്ട്. 6 + 12 എത്രയാ, 18 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായത് എത്രാമത്തെ ഗ്രൂപ്പാ, 18ാമത്തെ ഗ്രൂപ്പിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെന്നുള്ള കാര്യം പിടിക്കും. സെറ്റ് അല്ലേ, കുഴപ്പമില്ലല്ലോ. അപ്പൊ പി ബ്ലോക്ക് എലമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതിയടാ, ലാസ്റ്റ് എത്രത്തോളം ഇലക്ട്രോൺ വന്ന് ആഡ് ചെയ്തിട്ടുണ്ടോ പി ബ്ലോക്കില് അതേ പ്ലസ് എന്ത് ചെയ്താൽ മതി, ഒരു 12 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം. ഡിഫൈൻ അയോണൈസേഷൻ എൻതാൽപ്പി. സിമ്പിൾ ആണ്, നമ്മൾ പഠിച്ചു എന്തോരം പഠിച്ചതാ. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ഞാനൊരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് ചെന്നു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കുത്തിയിരിക്കുകയാണേ. എനിക്ക് ആ ഇലക്ട്രോൺ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണം, ആ ഇലക്ട്രോണെ ചവിട്ടി പുറത്തിടണം. അപ്പം ഞാൻ എന്ത് കൊടുക്കണോട്, അവിടെ ഒരു എനർജി കൊടുക്കണം അല്ലേ? ഒരു എനർജി കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇലക്ട്രോണെ തട്ടി താഴെയിടാൻ പറ്റുള്ളൂ അല്ലേ? ആ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുക. ആ എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താടാ, the energy required to remove the electron from the outermost shell of an isolated gaseous atom. എങ്ങനെയുള്ള ആറ്റം ആയിരിക്കണം, ഐസൊലേറ്റഡ് gaseous atom അല്ലേ? gaseous സ്റ്റേറ്റിലും ആയിരിക്കണം, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കണം. ഐസൊലേറ്റഡും ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണോടാ,
ഗാഷ്യസ് സ്റ്റേറ്റിലുമായിരിക്കണം. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി, ആ ഒരു എനർജിനെയാണ് നമ്മൾ എന്ത് പറയുക, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുക. ഓക്കെ, ആൻഡ് ആ ഏറ്റവും ഏത് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക, ഗാഷ്യസ് സ്റ്റേറ്റിലായിരിക്കും, അതുപോലെ തന്നെ എന്തായിരിക്കും, ഐസൊലേറ്റഡും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളടുത്ത് എന്താ ചോദിച്ചിട്ടുള്ളത്, what are the factors affecting ionization enthalpy? എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് അയോണൈസേഷൻ എൻതാൽപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മളടുത്ത് പറയുകയാണ് അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഗ്രൂപ്പിലും പീരീഡിലും എന്ത് പറ്റുന്നു, ഗീവ് റീസൺ എന്ന് പറഞ്ഞാലും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാലും നമ്മൾ എഴുതേണ്ട ആൻസർ എന്ത് തന്നെയാ, സെയിം ആണ്. ഓക്കെ, ഗ്രൂപ്പിലും പീരീഡിലും എന്ത് പറ്റുമെന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ what are the factors influencing ionization enthalpy അല്ലെങ്കിൽ what are the factors affecting ionization enthalpy എന്ന് ചോദിച്ചാലും നമ്മൾ എഴുതേണ്ട ഉത്തരം എന്ത് തന്നെയാണ്, സെയിം ആണ്. ഓക്കെ, what are the factors affecting ionization enthalpy വെച്ച് നമ്മൾ എന്ത് പറയും, atomic radius അല്ലേ, atomic radius ഡിക്രീസ് ചെയ്യുമ്പോൾ ആര് കൂടോടാ, അയോണൈസേഷൻ എൻതാൽപ്പി കൂടും അല്ലേ. അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, കൂടും അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മളുടെ അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് സംഭവിക്കും, ഇൻക്രീസ് സംഭവിക്കും. അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും, കൂടും. ഇനി വേറെ ഒരാൾ ആരാ, നമുക്ക് പ്രിയപ്പെട്ട ആള്, ന്യൂക്ലിയർ ചാർജ് അല്ലേ. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കോടാ, അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും ആറ്റോമിക് റേഡിയസ് കുറയുകയാണെങ്കിലും ആര് കൂടും, അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. ഓക്കെ, ഇനി വേറൊരാളും കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, ആരാ, ഷീൽഡിംഗ് എഫക്റ്റ് അല്ലേ. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഷീൽഡിംഗ് എഫക്റ്റ് കൂടുന്നു, അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഷീൽഡിംഗ് എഫക്റ്റ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. എന്താ ചെയ്യുക, അയോണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് ചോദിച്ചാലും അതുപോലെ തന്നെ ഗ്രൂപ്പിലും പീരീഡിലും എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് ഏത് ഉത്തരം തന്നെയുള്ളൂ, ഒരു ഉത്തരം തന്നെയുള്ളൂ. ഓക്കെ, ആറ്റോമിക് റേഡിയസ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, അതുകൊണ്ട് നമ്മളുടെ അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും കൂടുന്നു. അതുപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നോടാ, എന്ത് സംഭവിക്കുന്നു, അയോണൈസേഷൻ എൻതാൽപ്പി കൂടുന്നുണ്ട്. ഇനി സ്ക്രീനിങ് എഫക്റ്റ് വരുന്നുണ്ട് അല്ലെ. സ്ക്രീനിങ് എഫക്റ്റ് എന്ത് സംഭവിക്കുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിക്ക് ഡിക്രീസും സംഭവിക്കുന്നു. ഇനി ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് വാട്ട് എവർ, എന്താണ് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്, എന്താ, നമ്മുടെ ഒരു ആറ്റം അല്ലെ, ഈ ആറ്റത്തിന്റെ ഉള്ളിൽ സെന്ററിൽ ആരുണ്ടടാ, ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ. ന്യൂക്ലിയസിന് ചുറ്റും ആരുണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിന് ചുറ്റിലുള്ള ഇലക്ട്രോൺസ് എവിടം വരെ ഉണ്ടാവൂടാ, ബാലൻസ് ഷെല്ല് വരെ ഉണ്ടാവത്തില്ലേ. അപ്പൊ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഈ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിനെ വന്ന് എന്ത് ചെയ്യും, പൊതിയും, കവർ ചെയ്ത് ഇങ്ങനെ ടൈറ്റ് ആയി പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ ഈ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഇല്ലേ, അവർ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആ ഒരു ഇനബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുക. അപ്പൊ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ എന്താക്കും ചോദിച്ചാൽ എന്റെ മക്കൾ എന്ത് ചെയ്തു, ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുന്നു. ഷീൽഡിംഗ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് സംഭവിക്കുന്നു, കുറയുന്നു. ഓക്കെ, ഇനി നമ്മുടെ
ഡൗൺ എ ഗ്രൂപ്പ് എന്താ പഠിച്ചത്? അയോണൈസേഷൻ എന്താൽപ്പിക്ക് എന്താ സംഭവിക്കുക? കുറയൂന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതിനും നമ്മളൊരു റീസൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻക്രീസിങ് എന്തായിരുന്നു? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. അതും വേണമെങ്കിൽ നമുക്കിവിടെ എഴുതാം കേട്ടോ. ഇത് നോക്കിയടാ, സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. എന്താ പറഞ്ഞിട്ടുള്ളത്? മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൂ പ്രപ്പോസ്ഡ് ദിസ് ലോ? ആരാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്? ആരാ ഈ ലോ പ്രപ്പോസ് ചെയ്തേ? നമ്മുടെ ഹെൻറി മോസ്ലി അല്ലേ? ആരാ? ഹെൻറി കുട്ടപ്പനാണല്ലേ, ഹെൻറി മോസ്ലി. എന്താണ് നമ്മുടെ ഹെൻറി മോസ്ലി പറഞ്ഞ മോഡേൺ പീരിയോഡിക് ലോയിലുള്ളത്? എന്താ മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? നമ്മുടെ എലമെന്റ്സിന് ആറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ഇൻക്രീസിങ് ഓർഡറിൽ, ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്ത് വരോടാ? റിപ്പീറ്റ് ചെയ്ത് വരും അല്ലേ? ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും റെഗുലർ ഇന്റർവെല്ലിൽ എന്ത് ചെയ്ത് വരും? റിപ്പീറ്റ് ചെയ്ത് വരും. അതാണ് നമ്മുടെ ഹെൻറി മോസ്ലി കുട്ടപ്പൻ പറഞ്ഞ എന്ത്? മോഡേൺ പീരിയോഡിക് ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ദ ഫിസിക്കൽ and chemical properties of the elements are the periodic function of their atomic mass ആണോ? അല്ല. അറ്റോമിക് മാസ് ആര് പറഞ്ഞതാ? മെൻഡലീവ് പറഞ്ഞതാണല്ലേ. ഹെൻറി കുട്ടപ്പൻ എന്താ പറഞ്ഞത്? ആറ്റോമിക് നമ്പറിന്റെ ബേസിസിലുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ആറ്റോമിക് നമ്പറും ആറ്റോമിക് മാസും വലിയ പുള്ളികളാണ്. ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മെൻഡലീവിലോട്ട് പോകും. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആര് വരും? ഹെൻറി മോസ്ലി വരും. അപ്പൊ എന്റെ പിള്ളേർ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. രണ്ടും തെറ്റിയ മാർക്ക് പോകും. ഓക്കെ, ഇനി നോക്കിയേ. Arrange the following in the order of decreasing ionic radii. നമുക്കിവിടെ കുറച്ച് എന്താ തന്നിട്ടുണ്ട്? അയോൺസിനെ തന്നിട്ടുണ്ട് അല്ലേ? ഈ അയോൺസിനെ ഡിക്രീസിങ് ഓർഡർ ഓഫ് അയോണിക് റേഡിയയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? ഡിക്രീസിങ് ഓർഡർ ഓഫ് അയോണിക് റേഡിയയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ആറ്റത്തിന്റെ റേഡിയസ് ആയിരുന്നു അറ്റോമിക് റേഡിയസ് അല്ലേ? അപ്പോ അയോൺസിന്റെ റേഡിയസ് ആണ് എന്ത്? അയോണിക് റേഡിയസ്. സിമ്പിൾ അല്ലേ? ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് റേഡിയസ്. അങ്ങനെയാണെങ്കിൽ അയോൺസിന്റെ റേഡിയസ് ആണ് എന്ത്? അയോണിക് റേഡിയസ്. അപ്പൊ അയോണിക് റേഡിയായി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എന്ത് ചെയ്താനാ പറഞ്ഞിട്ടുള്ളത്? ഈ തന്നിട്ടുള്ള അയോൺസിനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലോട്ടായിരിക്കും അല്ലെ? ഡിക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുതിലോട്ടായിരിക്കും അല്ലേ? നോക്കിയേ, Mg2+ ഉണ്ട്, Na+ ഉണ്ട്, O2- ഉണ്ട്, Al3+ ഉണ്ട്, F- ഉണ്ട്. അപ്പൊ ഇതിന് നമ്മ അറിയേണ്ട കാര്യം എന്താ? മെയിൻ ആയിട്ട് Mg2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഇനി നോക്കിയേ, Na+ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, O2- എന്ന് പറയുമ്പോൾ അവിടെ 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അവിടെ ഗെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ? 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവര് വാങ്ങിച്ചിട്ടുണ്ടാകും. ഇനി Al3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വിട്ടു കൊടുത്തിട്ടുണ്ടാവും അല്ലെ? 3 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? എടുത്തോന്ന് പറഞ്ഞ് വിട്ടു കൊടുത്തിട്ടുണ്ടാവും. ഇനി F- എന്ന് പറയുമ്പോഴോ 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതല്ലേ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം അല്ലേ? പ്ലസ് ചാർജ് ഒക്കെ വരെ എന്താ? നല്ല ദാനശീലരായ മനുഷ്യർക്ക് നല്ല പോസിറ്റീവ് ക്വാളിറ്റി ആണ്. അവരെന്ത് ചെയ്യും? ഇങ്ങനെ വിട്ടുകൊടുത്തോണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് എന്ത് കിട്ടുവാടാ? പോസിറ്റീവ് സിമ്പൽ കിട്ടും. അതേസമയം ആക്രാന്തം പിടിച്ച ആൾക്കാർ എന്താ? ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ? ഒരു നെഗറ്റീവ് ക്വാളിറ്റി അല്ലേ?
നെഗറ്റീവ് ക്വാളിറ്റി അല്ലേടാ. അപ്പോൾ അവർക്ക് എന്ത് സിമ്പൽ കിട്ടും? നെഗറ്റീവ് സിമ്പൽ കിട്ടും. അപ്പൊ എൻ്റെ പിള്ളേരൊന്ന് പറഞ്ഞേ, ഇതിൽ ആരായിരിക്കും ഏറ്റവും വലിയ അയോണിക് റേഡിയ ഉള്ള ആള്? ആരായിരിക്കും? 2 ഇലക്ട്രോണിനെ വാങ്ങിച്ച O2 മൈനസ് ആയിരിക്കൂലേ? അപ്പൊ O2 മൈനസ് ആണ് ഏറ്റവും വലിയ ആള്. ഇനി 1 ഇലക്ട്രോണിനെ വാങ്ങിച്ച F മൈനസ് ആയിരിക്കൂലേ അത് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ F മൈനസ് നമ്മൾ എഴുതി. ഇനി ആരാ വരാ? 1 ഇലക്ട്രോണിനെ കളഞ്ഞ Na പ്ലസ് ആയിരിക്കൂലേ വരാ അല്ലേ? 1 ഇലക്ട്രോണിനെ കളഞ്ഞ Na പ്ലസ് ആയിരിക്കൂലേ വരാ? Na പ്ലസ്. ഇനി ആരായിരിക്കോടാ? 2 ഇലക്ട്രോണിനെ കളഞ്ഞ Mg2 പ്ലസ് ആയിരിക്കോ അതോ 3 ഇലക്ട്രോണിനെ കളഞ്ഞ Al3 പ്ലസ് ആയിരിക്കോ വലുത്? 2 ഇലക്ട്രോണിനെ കളഞ്ഞ Mg2 പ്ലസ് ആയിരിക്കൂലേ? അപ്പൊ Mg2 പ്ലസ്. ഇനി ആരാ ലാസ്റ്റ് വൺ? Al3 പ്ലസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് എഴുതി? വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകുന്ന ഓർഡറിൽ ഇവരെല്ലാവരും എഴുതി വെച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പെട്ടെന്ന് ചെയ്യാം. അടുത്ത നോക്കാം. Identify the group and period of an element having atomic number set 25 in the periodic table. Atomic number 25 ആയിട്ടുള്ള ഒരു എലമെന്റിനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ എലമെന്റിന്റെ ഗ്രൂപ്പും പീരീഡും കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പും പീരീഡും മാത്രം ആക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോക്കും കൂടെ അങ്ങോട്ട് കണ്ടുപിടിച്ചേക്കാം. ടീച്ചർമാർക്ക് അറിയണം, നമുക്ക് എല്ലാം അറിയാന്നുള്ള കാര്യം അല്ലേ? അപ്പൊ നോക്കിയേ, 25 ആണ് ആറ്റോമിക് നമ്പർ. എന്താ ആറ്റോമിക് നമ്പർ എടാ? 25 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ ഈ 25 ആറ്റോമിക് നമ്പർ ഉള്ള ആളുടെ എന്ത് എഴുതണം? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. എന്ത് എഴുതണം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം തന്നെ എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6. ഇപ്പൊ എത്രയായി? 6 12 11 14 15 16 17 18 ആയല്ലേ? ഇനി എന്താ വരാ? 4s2 3d5. 25 ആയില്ലേ? 25 ആയില്ലേടാ? 25 ആയി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് എഴുതിയടാ? ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി അല്ലെ? 25 ആറ്റോമിക് നമ്പർ വരുന്ന ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വെച്ചു. ഇനി നമുക്ക് ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കാം? പീരീഡ് കണ്ടുപിടിക്കാം. പീരീഡ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. സിമ്പിൾ ആണ്, ഒന്നും നോക്കണ്ട. നമ്മൾ ഈ എസിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, ഈ എസിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, ഈ പിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, ഈ എസിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, ഈ പിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, പിന്നെ ഈ എസിന്റെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം, പിന്നെ ഈ ഡിയുടെ സൈഡിലുള്ള ആൾക്കാരെ നോക്കാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പീരീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളെ നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളെ നോക്കാം. എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആള് ആരാണ് ഏറ്റവും വലുത് എന്ന് നോക്കാം. ഇവിടെ ആരാ ഏറ്റവും വലുത്? ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? അപ്പൊ ഏറ്റവും വലുത് ആരാ? 4 അല്ലേടാ വലുത്. അപ്പൊ 4 ആയിരിക്കും എന്ത്? പീരീഡ് നമ്പർ. ആരായിരിക്കും? 4 ആയിരിക്കും പീരീഡ് നമ്പർ. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആള് ആരാണോ ഏറ്റവും വലുത് ആളായിരിക്കും എന്തടാ? ആളായിരിക്കും എന്ത്? പീരീഡ് നമ്പർ. ഓക്കെ ഓക്കെ, അപ്പൊ അത് സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ബ്ലോക്ക്. ബ്ലോക്ക് സിമ്പിൾ അല്ലേ? ലാസ്റ്റ് ഇലക്ട്രോൺ ആരിലാ വന്ന് ചേർന്നിട്ടുള്ളത്? ഡി ബ്ലോക്കിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടുള്ളതെങ്കിൽ അത് ഏത് ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും? ഡി ബ്ലോക്ക് എലമെന്റ് ആയിരിക്കും. ഇനി ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താ? ഗ്രൂപ്പ് നമ്പർ ആണ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഗ്രൂപ്പ് നമ്പർ നമുക്ക് മനസ്സിലായി, ഡി ബ്ലോക്കിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെ ഡി ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോണും എസ് ബ്ലോക്കിലുള്ള ഇലക്ട്രോണും നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോണും എസ് ബ്ലോക്കിലുള്ള ഇലക്ട്രോണൂടെ എന്ത് ചെയ്താൽ മതിയടാ? ആഡ് ചെയ്താൽ മതി. അപ്പൊ ഡി ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. പ്ലസ്
എസ് ബ്ലോക്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടടാ? 2 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പൊ ടോട്ടൽ എത്രയായി? 7 ആയി. അപ്പൊ 7th ഗ്രൂപ്പ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡി ബ്ലോക്കിലുള്ള ഇലക്ട്രോണിന്റെ നമ്പറും എസ് ബ്ലോക്കിലുള്ള ഇലക്ട്രോണിന്റെ നമ്പറും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി നോക്കിയേ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താ? ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട് അല്ലേ? ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുക. എന്താ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുക. ഓക്കെ, ദ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ദ എൻതാൽപ്പി ചേഞ്ച് when an electron is added to the outermost shell of an isolated gaseous atom എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഒരു ഐസൊലേറ്റഡ് സ്റ്റേറ്റിൽ, ഒരു ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലോട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവുക? ഒരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാകും, ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകും. ആ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇറ്റ് ഈസ് ദി ഹീറ്റ് ചേഞ്ച് when an electron is added to the outermost shell of an isolated atom. സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ അതും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ക്ലോറിൻ ഹാസ് ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. ഫ്ലൂറിനേക്കാളും കൂടുതൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആർക്ക് ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്? ക്ലോറിൻ ഉണ്ടെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മ ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ സമ്മതിക്കോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സിമ്പിൾ ആണ്. ആകെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ എഴുതി തരും. അത് പഠിച്ചാൽ തന്നെ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ട് ഡെഫിനീഷൻ അങ്ങോട്ട് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ക്ലോറിൻ എടുത്തു നമ്മൾ, ഫ്ലൂറിൻ എടുത്തു നമ്മൾ. ഓക്കെ, ക്ലോറിനില് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത് 3p ഓർബിറ്റലിലോട്ടാണ്. എവിടേക്കാ? 3p ഓർബിറ്റലിലോട്ടാണ്. ഓക്കെ, 3p ഓർബിറ്റലിലോട്ടാണ് അല്ലെങ്കിൽ 3p ഷെല്ലിലോട്ടാണ് എന്ത് വന്ന് ചേരുന്നത്? ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. അതേസമയം നമ്മൾ ഫ്ലൂറിൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2p ഷെല്ലിലോട്ടാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. ക്ലോറിനിൽ എവിടേക്കാ ചേരുന്നേ? 3p ഷെല്ലിലോട്ടാണ്. ഫ്ലൂറിനിൽ എവിടേക്കാ ചേരുന്നത്? 2p ഷെല്ലിലോട്ടാണ്. ഇത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോ ഇതിൽ ആരാ ലാർജർ ഓർബിറ്റൽ ആയിട്ടുള്ളത്? 3p ആണോ 2p ആണോ ലാർജർ ഓർബിറ്റൽ ആയിട്ടുള്ളത്? 3p ആണല്ലേ ലാർജർ ഓർബിറ്റൽ. അപ്പോൾ 3p ആണ് ലാർജർ ഓർബിറ്റൽ. എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് സൈസ് കൂടുതലായിരിക്കും അല്ലേ? ഇനി 2p എന്ന് പറയുന്നത് എന്താ? സ്മോളർ ഓർബിറ്റലാ അല്ലേ? അപ്പൊ എന്താ? അവർക്ക് സൈസ് കുറവായിരിക്കും. അപ്പൊ 2p എന്ന് പറഞ്ഞാൽ സ്മോളർ ഓർബിറ്റൽ ആണ്. അപ്പൊ സ്മോളർ ഓർബിറ്റലിലായിരിക്കോ ലാർജർ ഓർബിറ്റലിലായിരിക്കോ ഇലക്ട്രോണിക് റിപ്പൽഷൻ കൂടുതൽ ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞി കട്ടിലുണ്ടേ, ആ കട്ടിലില് 2 ആൾക്ക് കിടക്കാം. പക്ഷെ മൂന്നാമത് ഒരാൾ കയറി വന്നാൽ എന്ത് സംഭവിക്കും? അവിടെ റിപ്പൽഷൻ കൂടുമല്ലേ? ഇവിടേക്ക് വരണ്ടാന്ന് പറഞ്ഞ് തള്ളി വിടുന്നു അമ്മ അല്ലേ? അതേസമയം ഒരു വലിയ കട്ടിലുണ്ട്, 2 ആളെ കിടക്കുന്നുള്ളൂ, മൂന്നാമത് ഒരാൾക്ക് വന്ന് കിടക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല? റിപ്പൽഷൻ ഉണ്ടാവില്ല അല്ലേ? അതേമാതിരി തന്നെയാണ് ഇവിടെയും. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 3p ഓർബിറ്റലാ, അത് വലിയ കട്ടിലാ. അപ്പൊ അവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ കുറവായിരിക്കും. കാരണം എന്താ? അവിടെ ഒരാൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പൊ എന്താ? റിപ്പൽഷൻ അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്തായിരിക്കും? ലോ ആയിരിക്കും. അതേസമയം നമ്മുടെ 2p എന്ന് പറയുന്നത് എന്താ?
കുഞ്ഞിക്കട്ടില. അപ്പൊ കുഞ്ഞിക്കട്ടില എന്തായിരിക്കും അവിടെ? റിപ്പൽഷൻ കൂടുതലായിരിക്കും. കാരണം എന്താ? അവിടെ തിങ്ങി തെറിഞ്ഞ് കിടക്കണോ അല്ലെ? അപ്പൊ അവിടെ എന്തായിരിക്കും? റിപ്പൽഷൻ. ദാറ്റ് മീൻസ് ഇലക്ട്രോണിക് റിപ്പൽഷൻ എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഈ സംഭവം തന്നെയാണ് ഞാൻ ഇവിടെ എന്തായിട്ട് എഴുതിയിട്ടുള്ളത്? സെന്റൻസിൽ എഴുതി വെച്ചിട്ടുള്ളത്. നോക്കാം. Electron added to the fluorine, it enters into the smaller second shell. അല്ലേ? ഇലക്ട്രോൺ ഫ്ലൂറിനിലോട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടേക്കാണ് വന്ന് ചേരുന്നത്? സ്മോളർ സെക്കൻഡ് ഷെല്ലിലോട്ടാണ് വന്ന് ചേരുന്നത്. Due to its smaller size, the electron suffers more electronic repulsion from the other electron. ആ 2p ഓർബിറ്റലിന്റെ കുഞ്ഞി സൈസ് കാരണം മറ്റുള്ള ഇലക്ട്രോൺസിൽ നിന്ന് നമ്മളുടെ വരുന്ന ഇലക്ട്രോൺസ്, ദാറ്റ് മീൻസ് അവിടെ ഉണ്ടായ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഹൈ റിപ്പൽഷൻ അനുഭവപ്പെടും, ഹൈ ഇലക്ട്രോണിക് റിപ്പൽഷൻ അനുഭവപ്പെടും. But for Cl, the incoming electron goes to the large third shell. പക്ഷെ അതേമാതിരിയാണോ ക്ലോറിന്റെ കേസിൽ? അല്ല, ക്ലോറിൻ വലിയ കട്ടിലാണുള്ളത് അല്ലേ? ലാർജർ ഓർബിറ്റിലാണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ വന്നാൽ എന്ത് പറയും? കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിടിച്ചിരുത്തും അല്ലേ? അപ്പൊ എന്താ? ലാർജർ തേർഡ് ഷെല്ലിലോട്ടാണ് എന്ത്? ഇലക്ട്രോൺ വന്ന് ചേരുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും? ലെസ് റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മുടെ ക്ലോറിൻ ഈസിലി ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നത് ഫ്ലൂറിനേക്കാളും. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. 2 ക്വസ്റ്റ്യനും കൂടെ ഉള്ള 2 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ നോക്കിയേ. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്? നോക്കാട്ടാ. ഹൈഡ്രജനുമുണ്ട്, Cl ഉണ്ട്. ആരുണ്ടടാ? ഹൈഡ്രജനുമുണ്ട്, Cl ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, Cl ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു. പക്ഷേ ഇവരൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? നമ്മുടെ ഹൈഡ്രജനും Cl നടത്തിയ എഗ്രിമെന്റ് ഒരു എഗ്രിമെന്റ് ആയിരുന്നു. ഈ ഇലക്ട്രോണിനെ എല്ലാവരും ഞങ്ങൾ സെന്ററിൽ തന്നെ വെച്ചുകൊള്ളാം എന്നായിരുന്നു ഹൈഡ്രജനും ക്ലോറിനും നടത്തിയ ആ എഗ്രിമെന്റ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ബോണ്ടിന്റെ പേരാണ് എന്ത്? കോവാലന്റ് ബോണ്ട് അല്ലേ? ഇലക്ട്രോണിനെ ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ബോണ്ടാണ് എന്ത്? കോവാലന്റ് ബോണ്ട്. അപ്പൊ നമ്മുടെ ഹൈഡ്രജനും ക്ലോറിനും എന്താ ചെയ്തത്? ഒരു എഗ്രിമെന്റ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തത് സെന്ററിൽ തന്നെ വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇല്ലാടാ, കൊഞ്ചം ടൈമുക്കപ്പുറം എന്ത് സംഭവിച്ചെന്നറിയോ? നമ്മുടെ ഈ ക്ലോറിൻ ചതിയൻ ഈ 2 ഇലക്ട്രോണിനെയും കൊണ്ട് ക്ലോറിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, 2 ഇലക്ട്രോണിനെ കൊണ്ട് എന്ത് ചെയ്തൂടാ? ക്ലോറിന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ ഇത് ക്ലോറിൻ മാത്രമല്ല ഈ ചതിയന്മാരുള്ളത്. ചില എലമെന്റിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ അവരുടെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. എന്താണ്? ചില എലമെന്റ്സിന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ആ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? The ability of an atom to attract shared pair of electron of a bond. Set അല്ലേ? ഓക്കെ, അപ്പൊ ചില എലമെന്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്? ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവരുടെ അടുത്തോട്ട് ക്ഷണിച്ച് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയുക. അപ്പൊ അത് സെറ്റ് അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Name the scale which is used to measure electronegativity. Electronegativity measure ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലിന്റെ പേര് എന്താ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? എന്താ? പോളിംഗ് സ്കെയിൽ. ഏതാ? പോളിംഗ് സ്കെയിൽ. പോളിംഗ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Which is the most electronegative element in the periodic table? പീരിയോഡിക് ടേബിളിലുള്ള ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ? നമ്മുടെ ഫ്ലൂറിൻ. ആരുമില്ല, നമ്മുടെ ആരാ? ഫ്ലൂറിനാണ്
ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 വേർഡ് 1 മാർക്കിനായിട്ട് ചോദിക്കും. ഓക്കെ, ആരാ? ഫ്ലൂറിനാണ് നമ്മളുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്. ആൻഡ് അതിന്റെ വാല്യൂ ഒന്ന് മനസ്സിലാക്കി വെച്ചോ. 4 ആണ് ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ. ഓക്കെ, എത്രയാ? 4 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് അല്ലാതെ ഒരെണ്ണം കൂടി ഉണ്ട്. ഷോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വാട്ട് ആർ ട്രാൻസിഷൻ എലമെന്റ്സ്? ആരാ ട്രാൻസിഷൻ എലമെന്റ്? ഓഫ് കോഴ്സ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണല്ലേ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ നോൺ ആസ് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലേ? ഇനി എന്താ ചോദിച്ചിട്ടുള്ളേ? ഗീവ് ഇറ്റ്സ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? സിമ്പിൾ, അതും സിമ്പിൾ അല്ലേ? എന്താ? n-1d 1 to 10 ns^2 ഇതല്ലേ? n-1d 1 to 10 ns^2 അതാണ് നമ്മളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇനി അടുത്തതും അതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ 2 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താം? ഈ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താടാ? ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് എഴുതി കൂടെ? അവർ നല്ല ഭംഗിയുള്ള കളറിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നു. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. അതുപോലെ തന്നെ അവർ വ്യത്യസ്ത തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കൂലേ? ദേ ഫോം വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഫോം അല്ലെങ്കിൽ ദേ ഷോ മതി അല്ലേ? ദേ ഷോസ്, സോറി ഷോസ് ആണ്. അവര് വ്യത്യസ്ത തരത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളൂ. 2 പ്രോപ്പർട്ടി നമ്മൾ എഴുതി. നിങ്ങൾ 3 പ്രോപ്പർട്ടി എഴുതി പറഞ്ഞിട്ട് ആരും മാർക്ക് തരാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉറപ്പുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാട്ടാ. അതായത് നിങ്ങൾ കൂടുതൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ് എഴുതി പറഞ്ഞിട്ട് മാർക്ക് തരാൻ പോകുന്നില്ല. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ 2 പോലെ തന്നെ ധാരാളം. ഓക്കെ, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ പറ്റിക്കല്ല, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, predict the formulas of the compound. ലീഥിയവും ഓക്സിജനും ചേർന്നിട്ട് എന്ത് ചെയ്യും? ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. അതിന്റെ ഫോർമുല എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി മഗ്നീഷ്യവും നൈട്രജനും ചേർന്നിട്ട് എന്തുണ്ടാവും? ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. അതിന്റെയും ഫോർമുല എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫോർമുല എഴുതണത് എന്നുള്ളൊരു ധാരണ വേണം അല്ലേ? ഫോർമുല എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വാലൻസിയുടെ അടിസ്ഥാനത്തിലാണ്. എന്തിന്റെയാ? വാലൻസിയുടെ അടിസ്ഥാനത്തിലാണ് ഫോർമുല എഴുതുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലീഥിയത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ആണ്. എത്രയാ? 1 ആണ്. ആൻഡ് ഓൾസോ ലീഥിയത്തിന്റെ വാലൻസി എത്രയാ? 1 ആണ്. ഓക്സിജന്റെ വാലൻസി 2 ആണ്. ലീഥിയത്തിന്റെ വാലൻസി എത്രയാ? 1 ആണ്. ഓക്സിജന്റെ വാലൻസി എത്രയാ? 2 ആണ്. ഫോർമുല എഴുതാൻ വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ ലീഥിയത്തിന്റെ വാലൻസിയും ഓക്സിജന്റെ വാലൻസിയും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ എന്താ? ലീഥിയത്തിന്റെ വാലൻസി എടുത്ത് ഓക്സിജനും കൊടുക്കാം, ഓക്സിജന്റെ വാലൻസി എടുത്ത് ആർക്കും കൊടുക്കാം? ലീഥിയത്തിനും കൊടുക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? Li2O1 എന്ന് കിട്ടും. ഓക്കെ, എന്താ കിട്ടാ? Li, that means lithium 2 oxygen 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? ലീഥിയവും ഓക്സിജനും കൂടി ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ ചോദിച്ചിട്ടുള്ളേ? മഗ്നീഷ്യവും നൈട്രജനും അല്ലേ? മഗ്നീഷ്യത്തിന്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. നൈട്രജന്റെ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എന്തായിരിക്കും വരാ ആൻസർ? മഗ്നീഷ്യത്തിന്റെ വാലൻസി എടുത്ത് ആർക്ക് കൊടുക്കാം? നൈട്രജനും കൊടുക്കാം. നൈട്രജന്റെ വാലൻസി എടുത്ത് ആർക്കും കൊടുക്കാടാ? മഗ്നീഷ്യത്തിനും കൊടുക്കാം. സിമ്പിൾ അല്ലേ? സിമ്പിൾ പണി അല്ലേ? അപ്പൊ എന്ത് വരും? Mg3
N2 എന്നും വരും അല്ലേ? ഇതായിരിക്കും എന്ത് ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ടിന്റെ ഫോർമുല. സിമ്പിൾ ആണ്, എപ്പോഴും ഫോർമുല ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വാലൻസിയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നുമില്ല, വാലൻസി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, രണ്ടുപേരെ എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, ലീഥിയത്തിന്റെ വാലൻസി എടുത്ത് ഓക്സിജൻ ഇട്ട് കൊടുത്തു, ഓക്സിജന്റെ വാലൻസി ഇട്ട് ആർക്ക് ഇട്ട് കൊടുത്തോടാ, ലീഥിയത്തിന് ഇട്ട് കൊടുത്തു. സിമ്പിൾ പരിപാടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഫോർമുലയും കിട്ടി, മാർക്കും കിട്ടി. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, Mgയുടെ വാലൻസ് എടുത്ത് നൈട്രജൻ ഇട്ട് കൊടുത്തു, നൈട്രജന്റെ വാലൻസ് എടുത്ത് ആർക്ക് ഇട്ട് കൊടുത്തു, Mgക്ക് ഇട്ട് കൊടുത്തു, മാർക്കും കിട്ടിയപ്പോ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എൻ്റെ മക്കളൊക്കെ എന്ത് ചെയ്യുക, നല്ലോണം ക്ലാസ് കണ്ട് റിവൈസ് ചെയ്ത് നോട്ടും പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെയും കാണാം. ബൈ ബൈ.